ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡയറിക്കകത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയുടെ ഈ ഡയറിക്കകത്ത് ഇൻകം ടാക്സുകാർ അദ്ദേഹത്തെ മൃഗീയമായി പീഡിപ്പിച്ച കാര്യങ്ങളുമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ. ഇതാണ്ട് ടണ്ടടാൻ, വാ തുറക്കുന്നത് തിന്നാനും കള്ളം പറയാനും മാത്രമാണ് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനമാണ് ഇത്. ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് അന്യായ പീഡനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നാണ് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു പടി കൂടെ കടന്നങ്ങ് എഴുതാത്തത്, നരേന്ദ്രമോദി വന്ന് വെടിവെച്ച് കൊന്നു എന്നങ്ങ് എഴുതാത്തത് എന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനായിട്ടുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പതനം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമാണ്. പക്ഷേ PR വർക്കിനൊക്കെ ധാരാളം പൈസ ചെലവാക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പോഡ്കാസ്റ്റിനൊക്കെ വിളിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു വശം മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എങ്കിലും ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല, പുതിയ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആരെന്ത് തരികിട കാണിച്ചാലും പൊക്കും എന്നുള്ളതാണ്. തരികിട കാണിച്ച് ഇവിടെ ജീവിക്കാം, പക്ഷേ മാന്യമായ തരികിടയായിരിക്കണം കാണിക്കേണ്ടത്. നമുക്ക് ടാക്സ് വെട്ടിക്കാം, പക്ഷേ ലൂപ്പ് ഹോൾ ഉണ്ട് ടാക്സ് വെട്ടിക്കാൻ. അങ്ങനെ ടാക്സ് വെട്ടിക്കണം, അത് നിയമാനുസൃതമായ വെട്ടിപ്പാണ്. പക്ഷേ നിയമവിരുദ്ധമായിട്ട് ഇവിടെ കിടന്ന് വെട്ടിച്ചാലും വിദേശത്ത് കിടന്ന് വെട്ടിച്ചാലും ഇപ്പോൾ പിടികൂടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.